മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് പി.സി. ജോർജ് ഒടുവിൽ പ്രസംഗിച്ചത്. 41 പേരെ മാത്രമാണ് അങ്ങനെ തിരിച്ചു കിട്ടിയത്. 22-23 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ കെട്ടിച്ചുടണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? 25 വയസ്സിലെ ആ പെൺകൊച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പറേറ്റ് അടി കൊടുക്കട്ടെ. ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തത വരണം. അതിനൊക്കെ ഒരു തെളിവ് വേണം. എല്ലാം ഒന്നും ലവ് ജിഹാദ് ആണെന്നില്ല. ഈരാറ്റുപേട്ട അവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പി.സി. ജോർജ് തുടരുകയാണ്. വീണ്ടും വിവാദ പ്രസംഗം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് പി.സി. ജോർജ് ഒടുവിൽ പ്രസംഗിച്ചത്. 41 പേരെ മാത്രമാണ് അങ്ങനെ തിരിച്ചു കിട്ടിയത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുൻപ് വിവാഹം ചെയ്ത് അയക്കണമെന്നും പി.സി. ജോർജ് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ പറഞ്ഞു. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ കാലത്ത് 9:30 പോയത് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, 25 വയസ്സിലെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പറേറ്റ് അടി കൊടുക്കട്ടെ? എന്നാ അതിനെ കെട്ടിച്ചുടാൻ നമ്മൾ ചർച്ചയുടെ ഒരു പ്രശ്നം. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചോണ്ടിരിക്കണം. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചുടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്. മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇത് അറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അനീറ്റ സെബാസ്റ്റ്യനോട് മാത്രം വിശദാംശങ്ങൾ നൽകാൻ. അനീറ്റ, ലഹരി വിരുദ്ധ സമ്മേളനമായിരുന്നു. അവിടെയാണ് ഇക്കൊല്ലത്തിലുള്ള ഒരു പ്രസംഗം. എന്ത് ആധികാരികതയാണ് ഈ ജോർജ് മുന്നോട്ട് വെക്കുന്ന കണക്കുകൾക്കുള്ളത്? എന്തൊക്കെയാണ് അയാൾ പ്രസംഗിച്ചത്? റാഷിദ്, ഇത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പിറ്റേ ദിവസമാണ്. പാലായിൽ നടന്ന ഒരു പരിപാടിയിലാണ് 24 വയസ്സ് മുൻപേ തന്നെ രക്ഷിതാക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻപും പല വിവാദ പ്രസംഗങ്ങൾ നടത്തി അടുത്താണ് പി.സി. ജോർജിന് ജാമ്യം കിട്ടിയത്. അതിനുശേഷം പാലായിൽ നടന്ന ഒരു പരിപാടിയിലാണ് പി.സി. ജോർജിന്റെ വിവാദമായ പരാമർശം. ലവ് ജിഹാദ് കേരളത്തിൽ വർദ്ധിക്കുന്നു. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കി ക്രൈസ്തവരായിട്ടുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുൻപ് വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ള പരാമർശമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ പോക്ക് വളരെ അപകടകരമായ നിലയിലാണ് എന്നുള്ള കാര്യവുമാണ് പി.സി. ജോർജ് പറഞ്ഞത്. പാലായിൽ നടന്ന ഒരു ലഹരി വിരുദ്ധ പരിപാടിയിലാണ് പി.സി. ജോർജ് തന്റെ സ്ഥിരം ശൈലിയിലുള്ള പ്രസംഗം ആവർത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പരാതികളോ കേസുകളോ മറ്റോ ഉണ്ടായിട്ടില്ല. എങ്കിലും പി.സി. ജോർജിന്റെ വിവാദപരമായ പ്രസംഗം വളരെയധികം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ വളരെ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ള ഒരു വിലപ്പെട്ട ഉപദേശമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പി.സി. ജോർജ് പറയുന്ന കണക്ക്. കേന്ദ്രത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു കണക്കുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വളരെയധികം ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങനെ ഒരു കണക്ക് പി.സി. ജോർജ് പറയുന്നത്. 41 പേരെ മാത്രം തിരികെ കിട്ടി എന്നുമൊക്കെയാണ് പി.സി. ജോർജ് ഏതായാലും തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ജോർജ് വിശദീകരിക്കുന്നുണ്ടോ? ഇല്ല റാഷിദ്, അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു കണക്കൊന്നുമല്ല പി.സി. ജോർജ് പറയുന്നതെന്നുള്ളത് ആ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ആ കണക്കിന്റെ ആധികാരികതയോ മറ്റു വിവരങ്ങളോ ഒന്നും പി.സി. ജോർജിന്റെ കയ്യിലില്ല. അത് പി.സി. ജോർജ് തന്നെ കണക്കൂട്ടി ഉണ്ടാക്കിയതാണോ എന്നുള്ള സംശയമാണ് സാധാരണ മനുഷ്യർക്ക് കേൾക്കുമ്പോഴും സംശയം തോന്നുന്നത്. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയതെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. തന്റെ കയ്യിൽ മാത്രമുള്ള ആ ഒരു കണക്ക് വെച്ചായിരിക്കാം പി.സി. ജോർജ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത ജനുവരി 8-ാം തീയതിയായിരുന്നു വളരെ വിവാദമായ ഒരു പരാമർശത്തിലൂടെ പി.സി. ജോർജിന് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തത്. അതിനുശേഷം പി.സി. ജോർജിന് വീണ്ടും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടുകയും പി.സി. ജോർജ് പുറത്തിറങ്ങുകയും ചെയ്തത്. പുറത്തിറങ്ങിയതിനു ശേഷവും പി.സി. ജോർജ് വളരെ വിവാദപരമായ പരാമർശങ്ങൾ അന്നേ ദിവസം തന്നെ നടത്തിയിരുന്നു. പിന്നീട് പി.സി. ജോർജ് പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തു വരികയാണ്. ഈ സമയത്താണ് ഇന്നലെ പാലായിൽ നടന്ന പരിപാടിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അനീറ്റ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പി.സി. ജോർജിന് എതിരെ മതവിദ്വേഷ കേസിൽ ജാമ്യം കിട്ടി പുറത്തുവരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. കടുത്ത മതവിദ്വേഷ വാക്കുകൾ, വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ സംഗതി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു അന്ന് പി.സി. ജോർജിന് വിനയായതെങ്കിൽ അതിനുശേഷവും വിവാദ സ്വഭാവമുള്ള പ്രസ്താവനകൾ പി.സി. ജോർജ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലവ് ജിഹാദ് കണക്ക് എവിടുന്നോ എടുത്തുദ്ധരിച്ചുകൊണ്ട് ജോർജ് നടത്തിയ പ്രസംഗത്തിലൂടെ തെളിയുന്നത്. ഈ പി.സി. ജോർജ് എപ്പോഴും സംസാരിക്കും, വൈകാരികമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് എപ്പോഴും കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വ്യക്തമായ രേഖകളൊന്നും പുള്ളി പലപ്പോഴും കാണിക്കാറില്ല. മീഡിയയിൽ വന്നിരിക്കുമ്പോഴൊക്കെ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തത വരണം. അതിനൊക്കെ ഒരു തെളിവ് വേണം. നമ്മൾ അല്ലാതെ വന്ന് പറയുമ്പം പലതവണയാകുമ്പം പബ്ലിക്കിൻ്റെ ഇടയിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. അതാണ് പി സിക്ക് ഉണ്ടായിരിക്കുന്നത്. പി സി പല പാർട്ടികളിൽ പ്രവർത്തിച്ചു. നമുക്കറിയാം എത്ര വർഷങ്ങളായ പി സി ഈ പൊളിറ്റിക്സിൽ നിൽക്കുന്നു. പല പല പാർട്ടികൾ മാറി മാറി നിൽക്കുകയാണ്. ഈ പി സി മുമ്പോട്ട് വെക്കുന്ന ലവ് ജിഹാദ് നമുക്കറിയാം. എല്ലാം ഒന്നും ലവ് ജിഹാദ് ആണെന്നില്ല. ആളുകൾ തമ്മിലുള്ള സ്നേഹമൊക്കെ കാണും. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കണക്കുകളൊക്കെ ഇത്രയും പറയുമ്പം പി സി മുമ്പോട്ട് വെക്കുന്ന പല കാര്യങ്ങളുണ്ട്.
ഈരാറ്റുപേട്ട അവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ അവിടുന്ന് ഇവിടുന്ന് കേട്ടതല്ലാതെ വ്യക്തമായ തെളിവുകൾ വേണം. നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ തെളിവ് വേണം. ഞാൻ കേട്ടു, ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു, എന്നോട് ഒരാൾ വന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വേണ്ടേ? PC ഇപ്പം കണക്കുകളൊക്കെ പലപ്പോഴും പറഞ്ഞേക്കാം, കണക്കുകളിലൊന്നും വ്യക്തത വരുന്നില്ല. ക്രൈസ്തവ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് ഭരണങ്ങാനത്തുള്ള ഇന്നലെ 25 വയസ്സായെന്ന് പറഞ്ഞു 13 ആകുമ്പോൾ കേരളത്തിലുള്ള ക്രിസ്ത്യാനി പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? എത്ര വയസ്സിൽ കെട്ടണം, എത്ര വയസ്സ് ജോലി ചെയ്യണം, എല്ലാ പിള്ളേരെയും 23-24 വയസ്സിനുള്ളിൽ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അതൊക്കെ പണ്ടൊക്കെയാണ് ആളുകൾ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ഇപ്പം പിള്ളേർക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ 22 വയസ്സോളാവും. പിന്നെ ഒരു ജോലി വേണ്ടേ? ഇന്നിപ്പോൾ എല്ലാ പെൺകുട്ടികളും ജോലിയിലിട്ട് പോകുന്നത്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും ജോലിയാണ് ആദ്യം പ്രിഫർ ചെയ്യുന്നത്. കാരണം വിവാഹത്തിന് ശേഷമോ ഡിവോഴ്സോ എല്ലാം വന്നു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാണെങ്കിലും ജീവിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും ആവശ്യം വേണം ഇങ്ങനെ പോയി കൈ നീട്ടാൻ പറ്റും മറ്റുള്ളവരോട്, അത് ബുദ്ധിമുട്ടാണ്. ഭർത്താവാണെങ്കിൽ പോലും ഓരോ കാര്യത്തിനു വേണ്ടി ഒരു 10 രൂപയുടെ സാധനം മേടിക്കാൻ പോലും നമ്മൾ ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടണ്ടേ? അങ്ങനെ സിറ്റുവേഷൻ ജീവിക്കാൻ ഇന്നിപ്പം പെൺകുട്ടികൾക്ക് ഒരു താല്പര്യമില്ല. പൊതുവെ ഒരു 90% പെൺകുട്ടികൾക്കും ജോലിയിൽ ഏർപ്പെടാനായിരിക്കുന്നത്. ജോലിയിൽ ഏർപ്പെടുമ്പം ചിലപ്പോൾ 25 വയസ്സിന് മുന്നോട്ട് പോകും. കല്യാണം കഴിക്കുന്നവർ മുസ്ലിമിനെയായി ഹിന്ദുവിനെയൊക്കെ, അതൊക്കെ അവരുടെ വ്യക്തി. അവിടെ സ്നേഹത്തിന്റെ പുറത്ത് ഉണ്ടാകുന്ന വിവാഹങ്ങളെ നമുക്ക് ഒരിക്കലും ലവ് ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യം വേണം. എന്താ, മതപരിവർത്തനം നടത്താൻ അങ്ങനെയുള്ളൊരു പ്ലാൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പുള്ളി കണക്കുകൾ വന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാ മീഡിയകളും ചെയ്യുന്നുണ്ട് ഈ കണക്കുകളെ കുറിച്ച്. അവർക്ക് പോലും ഇല്ലാത്ത കണക്കുകളാണ് PC പറയുന്ന കണക്കുകൾ. നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും പോസിറ്റീവും നെഗറ്റീവും കാണും. എല്ലാവരും മോശക്കാരായിട്ട് നമ്മൾ കണക്കൂട്ടാൻ പാടില്ല. ഒരു വിഭാഗം ചേർന്ന മൂലം നമ്മൾ മോശക്കാരെന്നുള്ള രീതിയിൽ മുദ്ര കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോശം പ്രവൃത്തിയാണ്. എല്ലാവരും നമുക്ക് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഒരു 10 പേരുള്ള അതിനകത്ത് 2 പേരെന്തെങ്കിലും മോശപ്രവൃത്തി എന്ന് വെച്ചാൽ 10 പേര് മോശക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ 2 പേര് മോശക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരോട് എപ്പോഴും എങ്ങനെ എന്തിനു വേണ്ടി എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത കാണും. ആ വ്യക്തത ഇല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് നമ്മളെ ഒരു നെഗറ്റീവായിട്ട് അവനെ കാണുള്ളൂ. നമ്മൾ പറയുന്ന ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മളൊരു നെഗറ്റീവ് മാനായിട്ട് സൊസൈറ്റിയുടെ മുമ്പിലാണ് നമ്മളൊരു പരിഹാസ കഥാപാത്രമായപ്പോൾ. PC ആയതുകൊണ്ട് ചിരിയും വരുന്നുണ്ട്. കേരള ജനത എത്ര നാളായി PC ആയി കാണുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള ജനതയ്ക്ക് PC ആയി കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള കോമഡി. കേരളത്തിലുള്ള ക്രൈസ്തവ പെൺകുട്ടികളെല്ലാം 24 വയസ്സിനുള്ളിൽ കെട്ടിച്ചു വിടുന്നൊക്കെ ഞാൻ പെൺപിള്ളേരൊക്കെ കേട്ട് അവർ വല്ലതും പറയും കേട്ടോ. ഇന്നിപ്പോൾ 24 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പെൺപിള്ളേർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ സ്വപ്നങ്ങളുണ്ട്. PC കല്യാണം കഴിഞ്ഞും പഠിച്ചു എന്നൊക്കെ പറയുകയും ചെയ്യും. എനിക്കാണെങ്കിൽ 25 വയസ്സുള്ള എന്തൊക്കെയാ പുള്ളി പറയുന്നത്? ഇത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇത് PC ജോർജ് ആണെന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നാവിന് പലപ്പോഴും ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഏതായാലും പോലീസ് കൃത്യമായ നടപടിയെടുക്കണം. SDPI നൽകിയ പരാതിയുണ്ട്. SDPI നൽകിയ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഉടൻ നടപടിയാവാൻ സാധ്യതയില്ല. പക്ഷേ യൂത്ത് ലീഗ് പാലാ ഡിവൈഎസ്പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ ഇന്ന് നടപടിയാകും. PC ജോർജിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. PC ജോർജിന്റെ പരാമർശം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ പരാമർശം പരിശോധിച്ച ശേഷം ഇന്ന് ഗുരുതര വകുപ്പ് ചുമത്തണോ അതോ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തി PC ജോർജിനെ വിടണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് തൊടുപുഴയിൽ നൽകിയ ഒരു പരാതി കൂടിയുണ്ട്. ഈ പരാതിയിൽ ഉടൻ തന്നെ നടപടിയാവാൻ സാധ്യതയില്ല. എന്തായാലും യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഇന്ന് പാലാ ഡിവൈഎസ്പി നൽകിയ പരാതി എന്നതാണ് പ്രധാനം. സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ എന്തായാലും ഈ വീടുകളിലെ പെൺകുട്ടികളുടെ പ്രായമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പ്രായമൊക്കെ പരിശോധിക്കുക, അതിനൊപ്പം തന്നെ അവർക്ക് ജീവിക്കാനുള്ള വകയുണ്ടോ, പഠിക്കാനുള്ള വകയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാർ പരിശോധിക്കുന്നത് എന്തായാലും നന്നാവും. അതുകൊണ്ട് 6-ാം തമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞൊരു വേർഡുണ്ട്, കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർത്താ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.